ഇങ്ങനെയാണ് ഇരിക്കാൻ. ഓക്കെ ഞാൻ ഇതെല്ലാം കണ്ടിരിക്കും. എന്നാണ് പറഞ്ഞ അന്യോ നമസ്തേ നമസ്കാരം. ഹായ്, വെൽക്കം ടു സിലി കിഡ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. കണ്ണൊക്കെ നോക്കാം. ചെറുതായിട്ട് ഇവിടെ കാണാം, പക്ഷെ കണ്ണടച്ച് വെച്ചേക്കുവാ കേട്ടോ. നല്ല സത്യസന്ധയാണ്. ഇപ്പൊ കാണത്തില്ല, പഞ്ഞി കയറ്റി ഇപ്പൊ വേണ്ട, മൂക്കിനകത്ത് പഞ്ഞിട്ട്. ഓക്കെയാ, തുടങ്ങാം. നീ ഇങ്ങനെ ഇരുന്നാ എനിക്കിങ്ങനെ ഇട്ടിരുന്നു. ആ ശരിയാ ഗൈസ്. അപ്പൊ നമുക്കിത് ഷഫിൾ ചെയ്യാം. നീ അറിയില്ലെങ്കിൽ ഷഫിൾ ചെയ്യാം. ഓക്കെ, തുടങ്ങാം. നീ എവിടെ? എവിടെ? ഓക്കെ. ഫൗണ്ടേഷൻ എന്റെ ടോൺ നല്ലതല്ല. പിന്നെ ടോണ് തപ്പി നടക്കുക. അയ്യോ പ്രേതമാക്കും. അയ്യോ എങ്ങനെ ഇടും? ഇതെന്റെ ടോണി അല്ലെങ്കിൽ എന്തോ താഴെ ഫൗണ്ടേഷൻ. ഓക്കെ, എന്റെ ടോണി അല്ല. അമ്മു ചേച്ചി പ്രിയ ചേച്ചിനെ സുന്ദരിയാക്കോ ഗൈസ്. അവിടൊക്കെ തന്നെ അല്ലേ. അടുത്തത് കോമ്പാക്ട്. അയ്യോ ഇത് എന്തോ വരുന്നത്? ഇത് കോമ്പാക്ട്. കണ്ണൊക്കെ അടച്ചാട്ടോ, കുട്ടീനെ കടിക്കുന്നു. ഇതാണ് ഏറ്റവും പാട്. പക്ഷെ അവിടെ എത്താൻ പോലും അറിയില്ല. നല്ലാട്ടോ, ഇനി കാണുന്നുണ്ടേ. ഇല്ല, ഇനി തമ്മിലായ പ്രൊഫഷണൽ ഉണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ ഇനി എന്താ ചെയ്യാം? അയ്യോ തന്നെ ഇത് എനിക്ക് അറിഞ്ഞൂടാ. ഐലൈനർ എനിക്ക് ഏതും പേടിയാ. കുഴപ്പമില്ല, എല്ലാം ഇട്ടേ പറ്റും. ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ചാ. കറക്റ്റ് തന്നെയായിരുന്നു. ഉറപ്പാണ് ഐലൈനറാണ്. അതെ അതെ, ഡാസ് തന്നെ. സ്വന്തം പ്രൊഡക്റ്റ് തന്നെയാണ് ഗൈസ്, അതുകൊണ്ട് അറിയാം. കണ്ണ് എനിക്ക് പേടിയാ. കുഴപ്പമില്ല, എന്തുണ്ടെങ്കിലും തുറക്കരുത്. എവിടെയാലും ആയോ റിയാക്ഷൻ ഇപ്പോഴല്ലേ? കണ്ണത്ര മതി, എനിക്ക് പേടിയാ. ബാക്കി അയ്യോ ഒരു ആർട്ടിസ്റ്റും ഇങ്ങനെ ഐ മേക്കപ്പ് ചെയ്ത് കാണില്ല. എന്ത് ചെയ്യാം? അയ്യോ ഐഷാഡോ ആയിരുന്നല്ലേ ഐലൈനർ മുന്നേ ഇടേണ്ടത് അല്ലേ? ഇനിയിപ്പോ എന്താ ഐഷാഡോ തന്നെയാണ് പണിയില്ല. ഏത് കളറാ? എനിക്കറിഞ്ഞോളൂ. ഇതാ ചുവപ്പാണോ വെള്ളയാ? ഉണങ്ങണ്ടേ? ഉണങ്ങണമായിരുന്നു, പക്ഷെ സമയമില്ലല്ലോ. സമയമില്ലാത്തോണ്ട് ഐലൈനർ വന്നിട്ടുണ്ടാവില്ല കയ്യില്. അയ്യോ ആ ഷെയ്ഡിന് എടുക്കണ്ടേ? കറക്റ്റാ, ഉപയോഗിക്കരുത്. അതാണ് മാറ്റിയത്. കളർ മാറിയിട്ടുണ്ടാവും. മതി. ബ്ലഷ് കിട്ടാൻ എന്തെങ്കിലും ആയോ ഭാഗത്ത്? പിന്നെ ഇത് ഇട്ടതാണല്ലോ. ബ്ലഷ് ഇല്ല, ബ്ലഷ് ഒരു ബ്രഷ് ഉണ്ടായിരുന്നു. ചെയ്യുന്ന രീതിയൊക്കെ കറക്റ്റ് ആണല്ലേ ഗൈസ്? കൂടിയോ? ഇതാണ് നമ്മുടെ ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ലാസ്റ്റ് ലുക്ക് അറിയാൻ വേണ്ടി. ഫൈനൽ ലുക്ക് എന്തായിരിക്കും? ഇതിനകത്ത് ഞാൻ മറ്റേ റെഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതാണോ? ഇതെനിക്ക് നല്ല പേടിയുണ്ട്. എവിടെ? ഇവിടെയാണ്.
എന്നിട്ട് ആരുടെ മേക്കപ്പാണ് പെട്ടെന്ന് നിങ്ങൾ കമന്റ് ആണ് കേട്ടോ ഗൈസ്. കഴിഞ്ഞല്ലോ പോരെ. മസ്കാര മതിയോ? മസ്കാര ഇടാൻ എനിക്ക് പേടിയാണ് കേട്ടോ. അയ്യോ അതെനിക്ക് പേടിയാ സത്യം കേട്ടോ. അതുകൊണ്ടാ. ഓക്കെ, ഇതൊരു കൊളാവും അല്ലെ കൊളത്തോടെ കണ്ണടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് അച്ഛനെയാണ് ഗൈസ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. പ്രിയാണ് മേക്കപ്പ് ചെയ്യുന്നത്. എന്റെ മുഖം ഇതാണ് ഗൈസ്. യാ എടാ എന്റെ കണ്ണ് കെട്ടിക്കോ. എനിക്ക് പേടിയാവുന്നു ഗൈസ്. മുകളിൽ വിടട്ടെ മുകളിൽ. ഓക്കെ ആണോ? ഇവിടെ വന്നിട്ട് എനിക്ക് ചിരിക്കുന്നു. ഇതുപോലെ കാണുന്നില്ലല്ലോ. എന്താവും എന്നെ സുന്ദരാക്കിക്കോണം. എന്നെ ഫൗണ്ടേഷൻ ആ അതല്ലേ കൺസീലർ. ഇത് തന്നെയാണോ അത്? മണത്തോക്ക് എല്ലാം ഒരു മണമായിരിക്കും. മണത്തോക്ക് എങ്ങനെ കണ്ടുപിടിക്കും? നീ മോൻ കാണിക്കും. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. കണ്ണ് മുകളിലോട്ട് ഓക്കെ. അയ്യോ ഒന്ന് കാണാവോ? അയ്യോ അല്ലേ കണ്ണല്ലേ അത്? അയ്യോ എനിക്ക് എന്റെ മുഖമാണ് ചലഞ്ചാണല്ലോ വലുത്. മറ്റേ ഇത് കണ്ണോ ഉണ്ടല്ലേ കണ്ണു. ഊഹിക്കാൻ പറ്റുന്നുണ്ട് ഇവ എന്താണ് എന്നെ കാണിക്കുന്നത്. വൈരാഗ്യം ഒന്നും എൻ്റെ തീർക്കില്ല തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, തപ്പി നോക്കും. ഇത് കോൾഡ് വാട്ടർ പറയൂ. ഒന്നും പറയാൻ പറ്റില്ല. അയ്യോ നീ എങ്ങനെ ഇട്ടേ? ഇത് അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായ വലിയ അളവുണ്ടോ? ടച്ചിങ് പോലെ തോന്നുന്നില്ല. എനിക്ക് ശ്വാസം വേണ്ട. നീ മൂക്കും വായും അടച്ച് വെച്ചേക്കുണ്ട്. ടച്ച് ചെയ്ത് ഫീൽ ആവുന്നില്ല. കണ്ണേത് കാണുന്നില്ല പാട. ഇതിലും വേറെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ദേഷ്യം വരും. ഇതെന്ത് സാധനം? അച്ഛൻ നന്നായി ഞാൻ ലിപ്സിലിടാൻ പറഞ്ഞു. അയ്യോ അയ്യോ ഞാൻ തല അടിക്കൊട്ടി ഓ വാമ്പാറിനെ പോലെ
അയ്യോ വേറെ കൊല്ലും ഗായ്സ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ചുണ്ടിലൊക്കെ കല്യാണം ചേച്ചി എന്താണ് ഈ ഉപയോഗിക്കണേ? എന്താ ഇത്ര ആയില്ലേ? ഒന്നത് പീലിയില്ല. എവിടെ കണ്ണ് തന്നെയാണ്, ഉറപ്പാണത്. വയസ്സില്ല പേടിയില്ല. വേണ്ട ഇട്ടോ ആ അവരെ ചെവി തൊടാതെ. ഇവിടെയാണ് ഗൈസ് പീലി. പേടിയേ ഇല്ല. എന്റെ കണ്ണ് ഒന്നും ചെയ്യില്ല ഞാൻ. ഇപ്പഴത്തല്ല പാല്. എനിക്കറിയാം എങ്ങനെത്തിയത്. എനിക്ക് തൊട്ടിട്ട് ഒന്നും വേണില്ലായിരുന്നു. ഈ പറയുന്ന ആളാണ് പറഞ്ഞത് മറ്റു 3 രീതിയിലുള്ള ഞാൻ ചെയ്താലേ നമുക്ക്. ഞാൻ ചെയ്താലേ എനിക്ക് ബ്ലഷ് കിട്ടുന്നത്. ഇനി അടുത്തുണ്ട്. അപ്പൊ ഇനി സ്റ്റോൺ പേപ്പർ സിസറിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തന്നെയാണ് ഈ ഒരു ആളെ ഒരുക്കാൻ പോകുന്നത്. റെഡിയാണോ? 2 ഇതെത്താ 5 ആദ്യം നമുക്ക് പൗഡർ. എവിടെ പൗഡർ? സുന്ദരിയാണ് ഞാൻ. സുന്ദരിയാക്കും. അങ്ങനൊന്നും പറ്റൂല. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. പ്രശ്നം ആവശ്യം. ഒരു അന്തയാണേ. ചുക്കിയാക്കാം. നോക്കവിടെ എന്ത് ഗൈസ് നിങ്ങളൊന്നും മിണ്ടാത്തത്? കണ്ണ് തന്നെയല്ലേ ഇത്? ഇതാണ് ഞാൻ ചെയ്തപ്പോഴും അല്ല ചേച്ചിക്കൊന്നും അത് കണ്ണില്ല, തിരിയുള്ളൂ. ഇതുവരെ ഞാൻ നല്ല ശ്രദ്ധയിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത്തിരി ഫൗണ്ടേഷൻ വേണ്ടേ? അതിന് പകരം നമ്മൾ പൗഡർ ഇട്ട് ഗൈസ്. തന്നെ ഇല്ല. ക്ഷമിക്കാം. മുങ്ങിയാ ഇങ്ങനെ അടക്കി. അച്ഛൻ പറഞ്ഞപ്പം ഞാൻ പൊട്ട്. ഓക്കെ സുണ്ടവിടെ ആക്കിയാ എനിക്ക് മസ്കാര വേണം. കണ്ണ് തുറന്നു. അങ്ങനെ എന്റെ മേക്കപ്പ് എനിക്കറിയാം. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇവരെ കാട്ടി കിഡിലുമായിട്ടാണ് ഞാൻ ഇട്ടത്. മാതിരി ഞാൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന നേരത്തെ എന്റെ അടുത്തൊന്ന് വളിപ്പറക്കുക.
വെട്ടിയെരിഞ്ഞ തത്തമ്മ കുഞ്ഞ് കൊത്തായിട്ട് കൊടുക്കും. അതൊന്നും നീ അടങ്ങിയിരുന്നോ? എന്റെ പൊന്നച്ചോ ഐബ്രോ പെൻസിലിട്ടപ്പോ ഞാൻ പകച്ചു ഭയത്തില് പൊട്ടറിയോ ഇതാണ് പൊട്ട്. ഇതെന്തോ നിന്റെ കണ്ണ് ഇങ്ങനെ? എന്തായാലും അവളെക്കാളും നേരം ഓക്കെ ആണോ? ആ ഓക്കെ ഓക്കെ. എന്റെ കണ്ണ് നീ വേറെ ഷേപ്പിലാക്കി വെച്ചോലുണ്ട്. ഓക്കെ ഇതെന്തോ വെച്ചു? പൊട്ട് കണ്ടു പൊട്ട് അത് എനിക്ക് തൊടുമ്പത്തേക്ക് ഞാൻ നെറ്റിലെന്നാണ് ഞാൻ വിചാരം. കൊണ്ട് ഇവിടെയാണ് ഇട്ടത്. പ്രിയനെ പക്ഷെ ദൂരെ ടാറ്റ ചെയ്ത പോലെ ഉണ്ട്. അപ്പൊ എനിക്ക് ഞാൻ പറയാം, എനിക്ക് ഇതിൽ തോന്നിയത് പ്രിയ ചേച്ചിക്ക് ചെയ്ത കുറച്ച് ഇതായിട്ട് അത് കഴിഞ്ഞിട്ടുള്ളത്. ബ്ലഷ് ഇട്ടത് ഇവിടെ എന്റെ മുഖത്ത് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ചുക്കിയാകാൻ നോക്കിയതാണ്. ആ പൗഡർ ആലോചിക്കണായിരുന്നു. അല്ല അവൾ ബ്ലഷ് പൗഡറാണ് പോയത്, ബ്ലഷ് ഒന്നും. അപ്പൊ കുറെ പൗഡർ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഫൗണ്ടേഷൻ ഇട്ടപ്പോ പറയാം എന്റെ ടോണല്ല, ഇതെന്ത് ടോണത്? അമ്മേ നമുക്ക് ഒരാളുടെ ഇതുകൂടെ ഒന്ന് കേട്ടു നോക്കാം. അമ്മ നിങ്ങൾ വന്ന് നമ്മുടെ കൊച്ചിനെ കാണിച്ചു വെച്ചിരുന്നുണ്ടോ? ഇതിൽ ആർക്കാ ഫസ്റ്റ്? ആന്റി കയറി കൊള്ളാം, മര്യാദക്ക് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഞാനാ ചെയ്തേ. അപ്പൊ ഗൈസ് നമ്മുടെ ഇതിലെ വിന്നർ ഈസ് അമ്മു ചേച്ചി. ഞാൻ ലൈൻ വെച്ചതോളം അമ്മു ചേച്ചിക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് ശീലമുണ്ട് ഗൈസ്, എനിക്കറിയാം. കണ്ണു കെട്ടി ശീലമില്ല. നിങ്ങൾ എങ്ങനെയുണ്ട് സ്വന്തമായിട്ട് മേക്കപ്പ് കണ്ടിട്ട്? കൊള്ളാം. നിങ്ങളൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. ലിപ്സ്റ്റിക് കറക്റ്റ് ആയിട്ട് വന്നു. അത് ഭയങ്കര ഡ്രൈ ആവും, പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു എത്തൂല. ഇതെന്തോന്ന് ബോംബ് സ്ഫോടനം നടന്നു ഇവിടേക്ക്. മസ്കാര എടുത്തിട്ട് ഇവിടെ തൊട്ടിട്ട് ഇനി വേണ്ട. നമ്മൾ പോയി മുഖം ഒന്ന് കഴിവട്ടെ കേട്ടോ. ശരി ശരി. ഗൈസ് അങ്ങനെ ഒരു കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ മുഖം നമുക്ക് തിരിച്ച് കിട്ടി. എങ്ങനെയായിരുന്നു മോഹവാ? എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ചലഞ്ച്? സൂപ്പർ. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണിത്. അതെ, അപ്പൊ നിങ്ങള് സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഇനി ഇതുപോലെ നല്ല കിഡിലും ക്രേസി ചാലഞ്ച് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഓക്കെ, ചലഞ്ചസ് മാത്രമല്ല വ്ളോഗും നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സംഭവം ഇനിയുണ്ട്. ഇവളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചല്ല ഗൈസ്, ഇതിലുള്ള ആള് തന്നെയാണ്. നമുക്ക് അന്ന് ആളെ എവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂ എടുത്തില്ല എന്നേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ് ഗൈസ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ. അപ്പം അടുത്ത വീഡിയോ ഷെയർ സബ്സ്ക്രൈബ്